ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചിക്കൻ പെരട്ടിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കിലോ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോകാൻ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 കപ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ ചെറിയുള്ളി ചതച്ചത്, ഒരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 4-5 പച്ചമുളക് ഉണ്ട് കേട്ടോ. 5 പച്ചമുളകൊക്കെ ഉണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ മുറിച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ പെരട്ടാണ് കേട്ടോ. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നല്ല ടേസ്റ്റും ഉണ്ട് അത്. അപ്പോൾ ഇനി തക്കാളിയൊക്കെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. 1 ടീസ്പൂണ്, 1/4 ടീസ്പൂണിൻ്റെ 1 ടീസ്പൂണേക്കാൾ കുറച്ചുണ്ട്, 1/4 ടീസ്പൂൺ ഇല്ലേനും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് കുറച്ചും കൂടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. ഒന്നും കൂടി ആയതിന് ശേഷം ഒന്നും ആയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക വെച്ചിട്ട് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ചിക്കൻ കഴുകി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1 കിലോനൊക്കെ ആണെങ്കിൽ നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി എടുത്താൽ മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് കത്തിക്കുന്നുണ്ട് കേട്ടോ. നല്ല അങ്ങോട്ട് നെയ്യ് നല്ല കൂട്ടി വെക്കണില്ല കേട്ടോ. ഒരു ചെറിയ തീയിലാണ് ആദ്യം ഒന്ന് നല്ല കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ഒരു ചെറിയ തീയിലാണ് കേട്ടോ വെച്ചെടുത്ത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇത് വേഗം വേവുമല്ലോ. അപ്പോൾ അതിൽ വെള്ളം തീരെ ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ചെറിയ തീയിലായാലാണ് നമുക്കതിൽ കുറച്ച് വേവാനുള്ള വെള്ളം, തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം വരും. അപ്പം ഇനി മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാം കേട്ടോ. അപ്പോൾ ഇനി നല്ല തീ കൂട്ടി വെച്ചിട്ടില്ല. അത് കണ്ട അതിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഇത് ഒന്ന് തീ കൂട്ടിയിട്ട് ഈ വെള്ളമാണ് വറ്റിച്ചെടുക്കണം. അത് ഒന്ന് ഇനി മൂടി വെക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ വെള്ളം വറ്റി ചെയ്യണം. അപ്പോൾ അതാ തീ കുറച്ച് വെച്ചിട്ടായിരുന്നു വെച്ചത്. അപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് എപ്പോഴും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇളക്കി കൊടുത്ത് തീ ഒന്ന് കെടുത്തിയിട്ടുണ്ട് കേട്ടോ. നേരിയ തീയുള്ളൂ. എന്നിട്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഒന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്നുകൊണ്ട് പെരണ്ടെങ്ങാണ്ടാവും കേട്ടോ. ഒന്നുകൊണ്ട് ചൂടാറുമ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ തോനെ വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ ശരി, ബൈ, അസ്സലാമു അലൈക്കും.